ആ ഇതിന് ഇപ്പൊ ഓഫർ ഉണ്ട്, ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. നീ എന്താ ലേറ്റ് ആയേ? ഒന്നും പറയണ്ട, എന്തൊരു ബ്ലോക്ക് ആയിരുന്നു അവിടെ. ഞാൻ ഇന്നൊരു ടെക്സ്റ്റൈൽസിൽ സാരി നോക്കാൻ പോയി. ആ സാരി എടുക്കാൻ പറ്റും, അവിടെ ആണെങ്കിൽ നല്ല തിരക്ക്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഓർണമെന്റ്സോ ഹീൽസോ എന്തെങ്കിലും നോക്കാന്ന് വിചാരിച്ചപ്പോൾ തിരക്ക് കാരണം പിന്നെ അതൊന്നും നടന്നില്ല. ഞാൻ നേരെ തിരിച്ചു വന്നു ഇങ്ങോട്ടേക്ക്. നീ ഒരു വാഷിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ഞാൻ ഇന്നലെ മേടിച്ചു, ഓണം ഓഫർ ഉണ്ടായിരുന്നു. ഓ, എനിക്ക് ഫ്രിഡ്ജ് നോക്കണം എന്നുണ്ടായി, ഞാൻ കുറച്ചായി വിചാരിക്കുന്നു. അന്ന് ഇപ്പൊ പറ്റിയ സമയം, ഇപ്പൊ പർച്ചേസ് ചെയ്തു. ഓണത്തിന്റെ ഓഫർ നടക്കുന്നുണ്ട് എല്ലായിടത്തും. എന്തായിരിക്കും ഈ ഒരു സമയത്ത് ഇത്രയും ഓഫർ കൊടുക്കുന്നത്? ഈ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിക്കാർക്ക് എന്തെങ്കിലും ലാഭമൊക്കെ ഉണ്ടായിരിക്കും? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ഒരു പ്രോഡക്റ്റ് ഓഫറിന് ഡിസ്കൗണ്ടിനോ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ ഇവർക്ക് അന്നേരം സെയിൽസ് വോളിയം കൂടുതലായിരിക്കുമല്ലോ. ഇവർക്ക് എങ്ങനെ പോയാലും നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലേ കുറെ സെയില്, അതേപോലെ ബൈ വൺ ഗെറ്റ് വൺ, അല്ലെങ്കിൽ 50% ഓഫ് എന്നൊക്കെ നമ്മൾ കാണുന്നത്. ഇനിയിപ്പം പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കടക്കാരും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിലുള്ള മുഴുവൻ കടക്കാരും അതേ ഓഫർ തന്നെ കൊടുക്കുന്നതായിട്ട് കാണാം. കോമ്പറ്റീഷൻ സ്ട്രാറ്റജി. അപ്പൊ അത് കേരളത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണല്ലോ ഓണം. അപ്പൊ അതിന്റെ ഒരു തിരക്കാണ് നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് റോഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചിരിക്കുക, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഒരു 5 മിനിറ്റ് ഞങ്ങളിപ്പോ വരാം. ആ വന്നാ കൊള്ളാം, അല്ലെങ്കിലേ ആ ഭക്ഷണം മൊത്തം ഞാനെടുത്തങ്ങോട്ട് കഴിക്കും. പിന്നെ കിട്ടിയില്ല എന്ന് പറയരുത്, വിശപ്പിന് അസുഖമുള്ള ആളാ. നമുക്ക് പെട്ടെന്ന് പോവാല്ലേ? മുമ്പ് വയറ് വാടകയ്ക്ക് എടുത്തിട്ടാ വന്നിട്ടുള്ളത്.